Hello class. Today we are going to learn about different economic systems and how they are going to deal with the different economic problems. So in the last class we have seen what are the different economic problems. Economic problems എന്ന് പറയുന്നത് what to produce, right? What to produce, how to produce and for whom to produce. These are the three basic fundamental economic problems in every country. So what to produce, how to produce and for whom to produce. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി. അപ്പോൾ we also know that there are three economic systems. അല്ലേ? We have capitalist system, socialist system and mixed system. Capitalism എന്ന് പറയുന്നത് where the government is giving complete freedom to individuals. That is capitalism, where the individuals of the country can decide what to produce. They can choose their production method. Okay, they can choose whom to sell, in the price വെക്കണം, എങ്ങനെ അത് ഡീൽ ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാം. ദാറ്റ് ഇസ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് വെറാസ് ഇറ്റ് ഹാസ് ഓൾസോ സർട്ടൻ സെറ്റ് ഓഫ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം ഉണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് പ്രൊഡ്യൂസ് ചെയ്യാം. One day I want to start a chocolate factory, I can do that. Next day I want to start something else, I can do that. Okay, I don't have to get the government permission and approval and a lot of things. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഫ്രീഡം ഉണ്ട്. Okay, as long as I met the quality checks and everything, I can do that. And I can also decide my price. വില കൂട്ടണോ കുറയ്ക്കണോ. ഓക്കെ, വില വളരെ കുറച്ചിട്ടും വളരെ കൂട്ടിയിട്ടും എനിക്ക് വിൽക്കാം. I can even have a monopoly. എനിക്ക് ഞാൻ മാത്രം ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലെവലിലേക്കും എനിക്ക് എത്താം. ഐ ക്യാൻ എലിമിനേറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്. വളരെയധികം പ്രൈസ് കുറച്ച് കൊണ്ടുവരികയും ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡും എനിക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയുള്ള ഫ്രീഡം ഓഫ് ചോയ്സസ് ഒക്കെ എനിക്കുണ്ട്. ആൻഡ് ഐ ക്യാൻ ഓൾസോ സെറ്റ് മൈ പ്രോഫിറ്റ് മാർജിൻ എക്സെട്ര. Now the disadvantages is that it will lead to monopoly. Monopoly ഉണ്ടാക്കും. മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഇക്കോണമിയിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ. ഫോർ എക്സാമ്പിൾ ലെറ്റ് us say ഫോട്ടോ കോപ്പി മെഷീൻസ് അല്ലേ. സെറോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു ഫോട്ടോ കോപ്പി മെഷീൻസ് കുറേ കാലത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. വേറൊരാൾക്കും അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അവരതിനുള്ള ലൈസൻസും പാറ്റൻറ്റും എടുക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻ ആർക്കും ഷെയർ ചെയ്യാതെ വെക്കുകയും ചെയ്തു. സോ ഈ കംപ്ലീറ്റ് സെറോക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കയ്യിൽ മാത്രമായി. ദാറ്റ് ഈസ് മോണോപ്പൊളി. അങ്ങനൊരു മോണോപ്പൊളി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഉണ്ടാക്കാം. കാരണം പുതിയ ഇൻവെൻഷൻസും പുതിയ ടെക്നോളജിയും ഒക്കെ ആർക്കും ഷെയർ ചെയ്യാതെ ഒരു കമ്പനി മാത്രം കുത്തകയാക്കി വയ്ക്കുകയും അവർക്ക് തോന്നിയ പ്രൈസ് ചാർജ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റലിസത്തിന് അതിൻ്റെതായ ഡീമെറിറ്റ്സ് ഉണ്ട്. ക്യാപിറ്റലിസത്തിൻ്റെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ദർ ക്യാൻ ബി കോമ്പറ്റീഷൻ ആൻഡ് കോമ്പറ്റീഷൻ വി നോ വിൽ റെഡ്യൂസ് ദ പ്രൈസ്. ക്വാളിറ്റി കൂട്ടുകയും പ്രൈസ് കുറയ്ക്കുകയും ചെയ്യും അല്ലേ. ഇഫ് യു റിമെമ്പർ, പണ്ട് നമ്മുടെ നാട്ടിൽ BSNL മാത്രം ഉണ്ടായിരുന്ന സമയത്ത് കോൾ റേറ്റ്സ് വെർ ടു ഹൈ. STDക്ക് ഒരു മിനിറ്റിന് ₹1.50 ആയിരുന്നു. ISDക്ക് വളരെയധികം ഉള്ള ഒരു ചാർജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോറിൻ കമ്പനീസ് ആയിട്ടുള്ള ഹച്ച്, ഇന്നത്തെ വോഡഫോൺ അന്നത്തെ ഹച്ച് ആയിരുന്നു. ഹച്ചും എസ്കോട്ടലും എയർടെലും ഒക്കെ വന്നപ്പോഴേക്കും BSNL റേറ്റ് കുറയ്ക്കേണ്ടി വന്നു. കാരണം ദേ ആർ കോമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ അല്ലേ. സോ എല്ലാ ടെലികോം കമ്പനികളിലും നിരക്ക് കുറച്ചു വന്നു. ടാറ്റ ഡോകോമോ വന്നപ്പോഴേക്കും സെക്കൻഡിന് ₹1 എന്നുള്ള നിരക്കിലേക്ക് കുറയ്ക്കേണ്ടി വന്നു. സോ വെൻ ദർ ഇസ് ഫ്രീഡം ഓഫ് ചോയ്സ്, വെൻ ദർ ആർ സോ മെനി കോമ്പറ്റീറ്റേഴ്സ്, ഓട്ടോമാറ്റിക്കലി ദ പ്രൈസ് വിൽ റെഡ്യൂസ്. അപ്പോൾ അതൊക്കെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മെറിറ്റാണ്. ഓക്കെ, അത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മെറിറ്റാണ്. So capitalism also has certain merits like freedom of choice, freedom to produce, set the price, ആരും interfere ചെയ്യില്ല. Nobody will tell you this, you have to produce this, you cannot produce this എന്നുള്ളത്. Okay, you can even have a very large business empire, monopoly ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വലിയൊരു എംപയർ ഉണ്ടാക്കുകയും ചെയ്യാം. ബട്ട് ദാറ്റ് ഈസ് ഓൾസോ എ ഡീമെറിറ്റ്. മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുമാണ്. റൈറ്റ്. But socialism is
another side where the government will decide. ഇപ്പം ചൈന സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ ചൈനയിൽ ഉള്ള സോഷ്യലിസം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഗവൺമെൻറ് ആണ് ഓൺ ചെയ്യുന്നത്, ലാൻഡ് പോലും. യു കനോട്ട് ഹാവ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ദ ഗവൺമെൻറ് വിൽ ഗിവ് യു ദ ലാൻഡ്. യു ക്യാൻ എത്ര കാലം വേണമെങ്കിലും അവിടെ താമസിക്കാം. പക്ഷേ റൂള് മാറ്റുമ്പോൾ അല്ലെങ്കിൽ റൂള് ഒബേ ചെയ്യാതിരിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ നിങ്ങൾ കുടിയൊഴിപ്പിക്കാനും പറ്റും. ഒറ്റ കുട്ടി നോമുണ്ടായ സമയത്ത് ചില സിറ്റീസിൽ ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു നോമുണ്ടായ സമയത്ത് അങ്ങനെയല്ല, 2 കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ, 2 3 കുട്ടികളുള്ള വീടുകളാണെങ്കിൽ ഗവൺമെൻറ് അവിടെ വീട് ഒഴിപ്പിക്കാം. കാരണം അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. All the land belongs to the government, but government will allow you to live. You can permanently live in that place as long as the government asks you to evacuate. അതുപോലെ കമ്പനികളാണെങ്കിലും കമ്പനികളൊക്കെ സ്ഥിതി ചെയ്യുന്ന ലാൻഡ് ഗവൺമെൻറ്റിൻ്റെതാണ്. ദർ ഇസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ബട്ട് എഗെയിൻ ദ ഗവൺമെൻറ് വിൽ ഡിസൈഡ്. ഓക്കെ, നിങ്ങളിപ്പോൾ നാളെ ഒരു ഗവൺമെൻറ്റിനോട് പെർമിഷൻ ചോദിക്കണം ഒരു ചോക്ലേറ്റ് ഫാക്ടറി വേണമെങ്കിൽ. ഇപ്പോൾ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യും ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി വേണ്ട, ഇവിടെ ഫെർട്ടിലൈസർ ഫാക്ടറി മതി. സോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലമാണ് സോഷ്യലിസത്തിനുള്ളത്. ദർ ഇസ് നോ ഫ്രീഡം ഓഫ് ചോയ്സ്. ഓക്കെ, ബട്ട് ദ മെറിറ്റ് ഇസ് ദാറ്റ് ദ ഗവൺമെൻറ് ക്യാൻ കൺട്രോൾ ദ പ്രൈസസ്. ഒരുപാട് വിലയും കൊണ്ട് താഴെ പോകുന്ന സമയത്ത് നമുക്കറിയാം കർഷകർ ബുദ്ധിമുട്ടാകുമ്പോൾ ഗവൺമെൻറ് വിൽ ഇൻക്രീസ് ദ പ്രൈസ്, അല്ലേ? അതിനെ നമ്മൾ സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. വില താഴേക്ക് പോകുമ്പോൾ ഗവൺമെൻറ് താങ്ങുവില പ്രഖ്യാപിക്കുകയും അപ്പോൾ കർഷകർക്ക് കുറച്ചൊരു റിലീഫ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ വില വളരെ അധികം വില ഉയർന്നു പോകുമ്പോൾ ദ ഗവൺമെൻറ് ക്യാൻ സീൽ ദ പ്രൈസ് സീലിംഗ് കൊണ്ടുവരാം, അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ കൺട്രോൾ പ്രൈസ് എന്ന് പറയും, റൈറ്റ്? അതുപോലെ ഗവൺമെൻറ്റിന് പാവപ്പെട്ട കർഷകരുടെ ക്ഷേമ പരിപാടികൾ, വെൽഫെയർ സ്കീംസുകൾ ഉണ്ടാക്കാം. ലൈസൻസ്, സബ്സിഡീസ്, സ്കോളർഷിപ്സ് തുടങ്ങിയവയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ലിവിങ് കണ്ടീഷൻസ് ബെറ്റർ ആക്കാനും ഒക്കെ പറ്റും. ഈ ഒരു ആസ്പെക്ട്സ് ഒക്കെ ഉള്ളത് ക്യാപിറ്റലിസത്തിലല്ല, സോഷ്യലിസത്തിലാണ്. സോ ദ മെയിൻ അജണ്ട ഓഫ് ക്യാപിറ്റലിസം ഇസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഓർ ദോസ് ഹു ക്യാൻ കോമ്പീറ്റ് വിൻ ദ റേസ് എന്നുള്ളതൊക്കെയാണ്. Socialistil, the government will interfere in everything, will decide what is good and what is not, what should be done and what should not be done. Okay, so socialism has certain merits, like socialist ആയിട്ടുള്ള കൺട്രിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും, ഫ്രീ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, തുടങ്ങി ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും, റോഡ്സ്, എയർവേസ്, വാട്ടർവേസ്, അല്ലേ, റെയിൽവേസ്. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെതായിട്ട് ഗവൺമെൻറ് ഓൺ ചെയ്ത് വയ്ക്കും. ഓക്കെ, ക്യാപിറ്റലിസത്തിൽ ഇതൊന്നും ഉണ്ടായിരിക്കില്ല, എല്ലാം പ്രൈവറ്റ് ഓൺഡ് ആയിരിക്കും. അപ്പോൾ പബ്ലിക് ഓൺഡ് ആവുന്നതിൻ്റെതായ ചില ഗുണങ്ങളുണ്ട്. ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ചതാണ്. സർക്കാർ സ്കൂളുകളും സർക്കാർ ആശുപത്രികളും പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സും തുടങ്ങിയ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്ന കുറേ കാര്യങ്ങളുടെ മെച്ചം നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. സോ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് സോഷ്യലിസം. ബട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടായിരിക്കില്ല. എൻ്റെ പ്രൊഡക്റ്റിന് എന്ത് വില കൊടുക്കണം എന്നുള്ളത് പലപ്പോഴും എനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. മാർക്കറ്റിൻ്റെ ഡിമാൻഡും സപ്ലൈക്കും അനുസരിച്ചായിരിക്കില്ല. വില വളരെയധികം കൂടാനും വളരെയധികം കുറയാനും പറ്റില്ല. ഗവൺമെൻറ് വിൽ ഇൻറ്റർഫിയർ. ആൻഡ് ഓൾസോ ദ ഗവൺമെൻറ് വിൽ ഗിവ് സബ്സിഡീസ്, ഇൻസെൻറ്റീവ്സ് ഓൺ സർട്ടൺ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. എല്ലാവർക്കും അല്ല, ചില സർട്ടൺ സെക്ഷൻസിനാണ്. അപ്പം ഫ്രീ കോമ്പറ്റീഷൻ ഇക്കോണമിയിൽ അത് അലൗഡ് അല്ല. ഈ WTO തുടങ്ങിയ ഐക്യരാഷ്ട്ര സംഘടന എല്ലാം തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇസ് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ഗിവിങ് സബ്സിഡീസ്. ചില ആൾക്കാർക്ക് മാത്രം സബ്സിഡി കൊടുക്കുന്നു, അപ്പം ചില ആൾക്കാർക്ക് പലർക്കും കിട്ടുന്നില്ല. കോമ്പറ്റീഷൻ അങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഇൻ എ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, some might be weak, some are good, some are brilliant, but everybody should be given the equal opportunity. എല്ലാവർക്കും ഒരുപോലെ പഠിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് അവർ കോമ്പീറ്റ് ചെയ്യട്ടെ. ഇതാണ് ക്യാപിറ്റലിസം പ്രിൻസിപ്പിൾ. നേരെ മറിച്ച് സോഷ്യലിസം എന്താണെന്ന് വെച്ചാൽ വീക്ക് സ്റ്റുഡൻസിന് റെമഡിയൽ ക്ലാസ് കൊടുക്കുക, കുറച്ച് എക്സ്ട്രാ ട്യൂഷൻസ് കൊടുക്കുക, കുറച്ച് എക്സ്ട്രാ കെയർ ആൻഡ് അറ്റൻഷൻ കൊടുക്കുക, കുറച്ച് റെഡി മെറ്റീരിയൽസ് ഒക്കെ കൂടുതൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് സോഷ്യലിസത്തിൻ്റെ മെത്തേഡ്. സോ രണ്ടിലും ശരികളുണ്ട്, ബോത്ത് ആർ റൈറ്റ് ഇൻ എ സർട്ടൻ വേ. ഓക്കെ, ഇത് രണ്ടും എക്സ്ട്രീമാണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ മിഡ് പാത്തിൽ പോകുന്നതാണ് മിക്സഡ് ഇക്കോണമി, വേർ ദ ഗവൺമെൻറ് will allow private sector and public sector to coexist. പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്വന്തമാണ്, പബ്ലിക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പം നമ്മളിപ്പം കേരളത്തിലറിയാം, കേരളത്തിലെ ഗവൺമെൻറ്റാണ് വാട്ടർ അതോറിറ്റി, അല്ലേ? ഗവൺമെൻറ്റാണ് കേരളത്തിലെ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ. പക്ഷേ ബോംബെയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി
പ്രൈവറ്റ് ആണ്. ടാറ്റ പവർ പോലുള്ള റിലയൻസ് പവറൊക്കെയാണ് വീടുകളിലെ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. അതുപോലെ വീടുകളിൽ വെള്ളം കൊടുക്കുന്നതും പ്രൈവറ്റ് കമ്പനീസാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൈവറ്റൈസേഷൻ ചില സ്ഥലത്തുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഹോൾ കൺട്രിയിൽ എല്ലാം തന്നെ പ്രൈവറ്റാണ്. പ്രൈവറ്റ് കമ്പനികൾ വെള്ളം തരുന്നു, പ്രൈവറ്റ് കമ്പനികൾ ഇലക്ട്രിസിറ്റി തരുന്നു, പ്രൈവറ്റ് കമ്പനികൾ റോഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ക്യാപിറ്റലിസം. വേറെ സോഷ്യലിസം ഇസ് ദ എൻറ്റയർ ഓപ്പോസിറ്റ് ആൻഡ് ദർ ആർ മിക്സഡ് എക്കോണമീസ് വിൽ ബോത്ത് കോഎക്സിസ്റ്റ്. ഇന്ത്യ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മിക്സഡ് എക്കോണമി where public sector and private sector coexist. ഇപ്പോൾ ടെലികോമിൻ്റെ കേസ് എടുക്കാം, BSNL ഉണ്ട്, ബാക്കി പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്, എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ട്. ഓക്കെ, അതുപോലെ റോഡിൻ്റെ കേസ് എടുക്കാം, KSRTC ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലത്തുണ്ട്, പ്രൈവറ്റ് ബസ്സുകൾ വേറെ സ്ഥലത്തുണ്ട്. ഓക്കെ, നമുക്കൊരു ആവശ്യം വരുമ്പോൾ KSRTC ഉണ്ടാവുള്ളൂ, ലൈക്ക് ഹർത്താലൊക്കെ വരുമ്പോൾ അതേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു സൗകര്യം. ഓക്കെ, സോ ബോത്ത് കോഎക്സിസ്റ്റ്, ദാറ്റ് ഇസ് മിക്സഡ് എക്കോണമി. നൗ ഈ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഈ 3 എക്കോണമിയിലും ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ്. വാട്ട് ടു പ്രൊഡ്യൂസ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണെങ്കിൽ ഇൻഡിവിജ്വൽ. ഹൗ ടു പ്രൊഡ്യൂസ് ഇൻഡിവിജ്വൽസ്, ദേ ക്യാൻ ഡിസൈഡ്. ലേബർ ഇൻറ്റൻസീവ് വേണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വേണോ എന്നൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഞാനൊരു കമ്പനി തുടങ്ങി, ഞാൻ റിച്ചർ സെക്ഷന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ലൈക്ക് ലക്ഷറി ഗുഡ്സ് മാത്രമേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ഐ ക്യാൻ ഡിസൈഡ്, അല്ലേ? സോ ദാറ്റ് ഇസ് ക്യാപിറ്റലിസം. നൗ സോഷ്യലിസത്തിലാവട്ടെ, വാട്ട് ടു പ്രൊഡ്യൂസ് ദ ഗവൺമെൻറ് വിൽ ഡിസൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചോക്ലേറ്റ് ഫാക്ടറി തുടങ്ങണോ, ഫെർട്ടിലൈസർ ഫാക്ടറി തുടങ്ങണോ എന്നുള്ളത് ഗവൺമെൻറ് ആണ് ഡിസൈഡ് ചെയ്യുക. കാരണം ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ ഒരു ലൊക്കാലിറ്റിയൊക്കെ അനുസരിച്ച് നിങ്ങളിവിടെ ഫെർട്ടിലൈസർ ഫാക്ടറി തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും എൻവയൺമെൻ്റലി വയബിൾ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ, എൻവയൺമെൻ്റലി സെൻസിറ്റീവ് ഏരിയ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ അങ്ങനത്തെ ഫാക്ടറി തുടങ്ങിയാൽ മതി. ലൈക്ക് ഇക്കോളജിക്കലി ഒരു രീതിയിൽ ഡാമേജ് ഉണ്ടാക്കാത്ത ഫാക്ടറി തുടങ്ങിയാൽ മതി എന്നൊക്കെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യാം. സോ വാട്ട് ടു പ്രൊഡ്യൂസ് വിൽ ബി ഡിസൈഡഡ് ബൈ ദ ഗവൺമെൻറ്. ഹൗ ടു പ്രൊഡ്യൂസ്, വാട്ട് ടെക്നോളജി, എന്തൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതും അവർക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ചൈനയിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിയാണ്, അതായത് ഒരുപാട് ജോലിക്കാരെ വെച്ചിട്ട് മെഷീൻസിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള മെത്തേഡാണ് ചൈനയിലുള്ളത്. കാരണം നമുക്കറിയാം ചൈന ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് നിങ്ങൾ മെഷീൻസ് ഇറക്കുമതി ചെയ്യരുത്, മെഷീൻസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടും അവിടെ കൂടുതൽ ആൾക്കാരെ ജോലി കിട്ടുന്ന രീതിയിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ദ ബാഡ് പാർട്ട് ഇസ് ദാറ്റ് അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കേടുവരുന്നു എന്നുള്ളതാണ്, അല്ല, ചൈനീസ് ഗുഡ്സ്. ഗുഡ് പാർട്ട് ഇസ് ദാറ്റ് മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് എംപ്ലോയിഡ്. സോ ദേ വിൽ ഡിസൈഡ് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. For whom to produce, that also the government can decide. നിങ്ങൾ പൈസക്കാർക്ക് വേണ്ടി ലക്ഷൂറിയസ് ഗുഡ്സ് ഉണ്ടാക്കണ്ട, ഇങ്ങനത്തെ ഗുഡ്സ് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കും, ഇവർക്ക് ജോലി കൊടുക്കണം, ഇവരോട് കൂടെ കച്ചവടം ചെയ്യണം. ഇങ്ങനെയുള്ള ഹൗ ടു പ്രൊഡ്യൂസ് ക്യാൻ ഓൾസോ ബി ഡിസൈഡഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ സോഷ്യലിസ്റ്റ് കൺട്രീസ്. ഓക്കെ, ആൻഡ് ദർ വാസ് എ കൺഫ്യൂഷൻ. കുറച്ച് സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിട്ടുള്ള നോർവേ, അതുപോലെ സ്വീഡൻ, ഫിൻലാൻഡ്, ഇവയെല്ലാം സത്യത്തിൽ സോഷ്യലിസ്റ്റ് കൺട്രീസ് ആണോ അതോ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണോ എന്നുള്ളതാണ്. ദേ ആർ ആക്ച്വലി ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് വേർ ദ പീപ്പിൾ ക്യാൻ ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാം. ബട്ട് ദ ഗവൺമെൻറ് ഹാസ് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ആണ് അവിടെ മെയിൻ റോൾ ഏറ്റെടുക്കുന്നത്. അതായത് ഗവൺമെൻറ് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ പബ്ലിക് ആക്കി വെച്ചു. പ്രൈവറ്റ് സ്കൂളുകൾ ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് പബ്ലിക് എഡ്യൂക്കേഷൻ ആക്കി വെച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കറിയാം മിക്സഡ് ആണ്, അല്ലേ? പ്രൈവറ്റ് സ്കൂൾസും ഉണ്ട്, ഗവൺമെൻറ് സ്കൂൾസും ഉണ്ട്. അവിടെ അതില്ല, എല്ലാ സ്കൂളും ഫ്രീ ആണ്, ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ്. ഗവൺമെൻറ് ഗീവ്സ് ഫ്രീ എഡ്യൂക്കേഷൻ ടു എവ്രിവൺ. അതുപോലെ ഹെൽത്ത് കെയർ, ഗവൺമെൻറ് ഹാസ് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇറ്റ് പബ്ലിക്. എല്ലാ ഹെൽത്ത് കെയറും എല്ലാവർക്കും ഒരുപോലെ കിട്ടണം, പൈസ ഉള്ളവർക്ക് മാത്രം ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതല്ല, കംപ്ലീറ്റ്. ദർ ഇസ് നോ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് there. There are only public hospitals. അതുപോലെ കംപ്ലീറ്റ് റോഡ്സ് ഫ്രീ ആക്കി വെച്ചു. ഇങ്ങനെയുള്ള വെൽഫെയറുകൾ, അതായത് ഓൾഡ് ഏജ് ഹോം ഉൾപ്പെടെയുള്ള വെൽഫെയറുകൾ, ചാരിറ്റി ഓർഗനൈസേഷൻസ് എല്ലാം ഗവൺമെൻറ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യലിസ്റ്റ് ടച്ച് അവിടെ നമുക്ക് കാണാം. ഓക്കെ, സോഷ്യലിസം അവർ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന ചില ഏരിയാസാണ് എഡ്യൂക്കേഷൻ, വെൽഫെയർ, ഹെൽത്ത് എന്നീ മേഖലകൾ. പക്ഷെ അതേസമയം അവിടെ പ്രൊഡക്ഷൻ്റെ കേസ് വരുമ്പോൾ ദർ ഇസ് ക്യാപിറ്റലിസം.
That is, people can decide what to produce, how to produce, for whom to produce എന്നതാണ്. ഓക്കെ, സോ ഏതൊരു കൺട്രിയും ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് ലെസ് പോപ്പുലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇൻകം ഒക്കെ കിട്ടി തുടങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിലേക്ക് മാറും. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഐ believe, that the complete education, complete healthcare and welfare will be looked after by the government. But Finland is also a land where there is very high number of suicides. അപ്പോൾ ഈ സൂയിസൈഡ്സ് ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കണം അല്ലേ. ചില സ്ഥലത്ത് ഭയങ്കര പ്രഷറായിരിക്കും, ചില സമയത്ത് ചില സ്കൂളുകളിൽ വളരെ ഈസി ഗോയിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയും എല്ലാവരും ഒരുപോലെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് പബ്ലിക് ആക്കി വെച്ചത്, ഗവൺമെൻറ് ഏറ്റെടുത്തത്. അപ്പം അങ്ങനെയുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസ് ഇതിലൊരു എക്സെപ്ഷനാണ്. വി കനോട്ട് കോൾ ദം സോഷ്യലിസ്റ്റ് കൺട്രീസ്, ബട്ട് യെസ്, ദേ ആർ believing or following socialist principle in certain areas. Okay, so socialistനും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വസ്തുവിന്, എൻ്റെ സാധനത്തിന് എത്ര വില കൊടുക്കണം, എത്ര വില കൂട്ടണം, കുറയ്ക്കണം എന്നുള്ളത് എൻ്റെ കയ്യിലല്ല. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയുണ്ട്. ബട്ട് ബേസിക്കലി യെസ്, എവറി കൺട്രി ഐ ബിലീവ് വിൽ റീച്ച് എ സ്റ്റേജ് ഓഫ് socialism when the population is less and the income is very high. That is an ideal case of Scandinavian countries. അവിടെ ഇതാണ് സംഭവിച്ചത്. പോപ്പുലേഷൻ നമ്മുടെ ഈ സ്വീഡൻ്റെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും നമ്മുടെ നോർവേ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് ഇവരൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, യൂണിഫോം ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില പ്രൈവറ്റ് സ്കൂൾസ് അവരുടെ ഗ്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ഒരുപാട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയും ഒന്ന് യൂണിഫോമിറ്റി കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ടറൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തത്. ഫിൻലാൻഡ് ഇസ് ഓൾസോ എ ലാൻഡ് ഓഫ് ഹൈ സൂയിസൈഡ് റേറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ദാറ്റ് ഇസ് എ റീസൺ. ഓക്കെ, സോ വി കനോട്ട് ബ്ലൈൻഡ്ലി കോൾ ദം ആസ് സോഷ്യലിസ്റ്റ് കൺട്രീസ്. സോഷ്യലിസം പ്രിൻസിപ്പളായിട്ട് ബിലീവ് ചെയ്യുന്നത്, അതായത് ഒന്നും ആർക്കും സ്വന്തമല്ല, എവറിത്തിങ് ഹാസ് ടു ബി ഓൺഡ് ബൈ ദ ഗവൺമെൻറ്, there should not be privatization എന്നൊക്കെ ബിലീവ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ചൈന and earlier communist Russia, etc., where they believed socialism. Cuba is another example. Okay, India is a case of mixed economy. And Scandinavian countries are actually a new kind of principle. Mixed economy യുടെ കേസിലേ നമുക്ക് പെടുത്താൻ പറ്റുള്ളൂ. Though we can see that they are more moving towards socialism, but these things, what to produce, how to produce, whom to produce, are ഈ ഒരു പ്രിൻസിപ്പിൾ എല്ലാം സ്റ്റിൽ ക്യാപിറ്റലിസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ടാണ് അവിടെ ഫോളോ ചെയ്യപ്പെടുന്നത്. So I hope it is clear. If you have any more doubts, please feel free to contact me.